ഹേ ഗായ്സ് വെൽക്കം. അപ്പോൾ അതൊരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് കുറച്ച് സെൽഫ് കെയർ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്തൊരു ടീ ട്രേയിലായിട്ട് ആഡ് ചെയ്യുന്നത്. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നിന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഡീറ്റാങ്കിൾ ചെയ്തതിന് ശേഷം ഇതേപോലെ ഈ കോംബ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും താരൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഈ ചെറിയ ചൂടോടെ തന്നെ ഒരു ഓയിൽ സ്കാൽപ്പിലും ഹെയർ ലെങ്തിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ലപോലെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ കരുതി എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് ഇടാമെന്ന്. അപ്പോൾ ഞാൻ വെച്ചു കുറച്ച് താളി ഇടാമെന്ന്. കുറേ നാളായിട്ട് താളിയൊക്കെ യൂസ് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ ചെമ്പരത്തി ഇലയും പൂവൊക്കെ ഇതുപോലെ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു കേട്ടോ. അത് നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ട് ഇട്ടു. എന്നിട്ട് നല്ലപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹെയർ പാക്കൊക്കെ ഇട്ടില്ലേ, അതുകൊണ്ടൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഫേസ് പാക്ക് ഇടുന്നുണ്ട്. ഇവിടെ തൈരും പയറുപൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇടുന്നത്. അതൊക്കെ ഇട്ടെടുത്തതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ കുളിച്ചിട്ട് വന്നിട്ടോ ഫേസ് വാഷ് ചെയ്യാറ്. അതാകുമ്പോഴത്തേക്കും പിമ്പിൾസൊക്കെ വരുന്ന പ്രിവെൻറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ഇവിടെ ഹോം മെയ്ഡ് ലിപ് ബാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും എന്തെങ്കിലും കുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു തട്ടിക്കൂടി മോമോസ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കുറച്ച് മൈദ അതിനകത്തിട്ട് ഉപ്പും അതേപോലെ കോക്കനട്ട് ഓയിലൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ കൈ കിട്ടിയ പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, അതേപോലെ തന്നെ സവോളയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്ത് അതിനകത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയുടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അതെല്ലാം ആഡ് ചെയ്തിട്ട് കൈ കിട്ടിയ മുട്ടയും കൂടി എടുത്ത് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. തട്ടിക്കൂടി മോമോസ് ആട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചീസ് സ്ലൈസ് കൂടി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ മൈദ മാവ് നമ്മൾ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പരത്തിയിട്ട് അതിനകത്തോട്ട് ഈ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മടക്കിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.